പ്രൈസ് ദ ലോർഡ്. ഡെയിലി ബ്രെഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി 6-ാം അധ്യായം 22-ാം വാക്യം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഭൂമിയിൽ മനുഷ്യൻ പെരുകിയപ്പോൾ പാപത്തിൻ്റെ അവസ്ഥകളിലേക്ക് ആയി മാറി. ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറി ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ മനുഷ്യൻ തുടങ്ങി. അങ്ങനെ യഹോവയായ ദൈവം ഭൂമിയെ നശിപ്പിക്കുവാൻ, മാനവകുലത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. എന്നാൽ ആ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ നീതിയോടെ, വിശ്വസ്തയോടെ, ദൈവഭക്തിയോടെ ജീവിച്ചൊരു ദൈവമനുഷ്യനായിരുന്നു നോഹ. യഹോവയ്ക്ക് നോഹയോട് കൃപ തോന്നുവാൻ ഇടയായിത്തീർന്നു. ജലപ്രളയത്താൽ അവിടുന്ന് ഭൂമിയെ നശിപ്പിക്കുവാൻ പോകുന്നുവെന്നും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു പെട്ടകമുണ്ടാക്കണമെന്നും നോഹയോട് ദൈവം അരുളി ചെയ്തു. അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് പെട്ടകമുണ്ടാക്കി ജനത്തോട് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറവാനും ഇടയായിത്തീർന്നു. എന്നാൽ ആരും തൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ വീണ്ടും പാപത്തിൻ്റെ അവസ്ഥയിലേക്ക്, പിന്മാറ്റത്തിലേക്ക് ജനമായി തീരുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ നോഹ ഒരു പടി പോലും പിറകോട്ട് പോകാതെ ദൈവം തന്നോട് കൽപ്പിച്ചതെന്തോ അത് വളരെ കൃത്യമായിട്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. അതുവരെയും ലോകം കാണാത്ത ഒരു ന്യായവിധിയാണ് ജലപ്രളയം എന്നത്. അത് ദൈവം പറഞ്ഞത് കേട്ടനുസരിക്കുവാൻ നോഹ തയ്യാറായപ്പോൾ തൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് താൻ ഒരു പെട്ടകം തീർക്കുവാൻ ഇടയായിത്തീർന്നു. അതേ പ്രിയമുള്ളവരെ, അനേക ജനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിട്ടും അവരിൽ നിന്ന് ഒരു വ്യക്തി മാത്രമാണ് ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവഹിതപ്രകാരം ജീവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. നാം ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ അവസ്ഥകൾ ഏറിക്കൊണ്ടിരിക്കുന്നതായ കാലഘട്ടത്തിൽ, അസമാധാനം എങ്ങും നിറഞ്ഞിരിക്കുമ്പോൾ, വീടുകളിൽ എന്നും കണ്ണുനീരും വിലാപങ്ങളുമായി നിറഞ്ഞിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. സകല മനുഷ്യനും രക്ഷപ്പെടണമെന്നോർത്ത് കർത്താവ് കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ പെട്ടകത്തിൻ്റെയും വാതിലടയുന്നൊരു ദിവസം വരും. ആ ദിവസത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്രാപിക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇതാവുന്നു സുപ്രസാദ കാലം, ഇതാവുന്നു രക്ഷാ ദിവസം. ഇപ്പോൾ നമ്മൾ ആ രക്ഷയുടെ പെട്ടകത്തിലേക്ക് നാം കയറുവാനുള്ള സമയമാണ്. ഇന്ന് നമ്മളെയൊക്കെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ദൈവിക വഴികളിലേക്ക്, ദൈവികമായ ആ പ്രമാണത്തിലേക്ക് തിരികെ വരുവാൻ തയ്യാറാകുമെങ്കിൽ ആ ദൈവിക ന്യായവിധിയിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിപ്പാൻ സാധിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏക സന്ദേശത്തിൽ ഇരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.